ആദ്യം തന്നെ പോകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തന്നെയാണ്. കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണങ്ങൾ നീങ്ങുന്നു. കോൺഗ്രസിന് വീണ്ടും തലവേദനയാകുന്ന ചില വാർത്തകൾ കൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി പുറത്തു വരുന്നുണ്ട്. കേസിൽ ആന്റണി എംപിയെയും ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്യുന്നത്. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും പരിശോധിക്കും. കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും വിളിച്ചു വരുത്താനും SIT നീക്കമുണ്ട് എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന് തൊട്ടു പിന്നാലെ ആന്റണി എംപിയിലേക്കും അന്വേഷണം നീളുന്നു, ചോദ്യമുന നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. ഇതിൽ ആന്റണിയിൽ നിന്ന് ചോദിച്ചറിയാൻ ഉദ്ദേശിക്കുന്നതും പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം ചെയ്യൽ ഉടനെ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ SIT വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ സിജോ? വൈകാതെ തന്നെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. ഉടൻ തന്നെ നോട്ടീസ് നൽകി വരുത്താനാണ് ഇപ്പോൾ SIT തീരുമാനിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശിന് പിന്നാലെ ആന്റണി കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഏത് രീതിയിലായിരിക്കും പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണുകയും ചെയ്യേണ്ടത്. എന്തായാലും ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ ചിത്രങ്ങളിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ്, ഫോട്ടോകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്നത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യേണ്ടത് ആദ്യം മുഖ്യമന്ത്രിയെ ആണ് എന്നൊരു വാദമാണ് അവർ ഉയർത്തുന്നത്. കാരണം മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ഒരു ചിത്രമൊക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ രീതിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങണം എന്നുള്ളൊരു ഒരു വാദമാണ് അവർ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഒരു പ്രതിരോധമാണ് കോൺഗ്രസ് സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആന്റണിയുടെ കാര്യത്തിൽ അന്വേഷിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അവർ തമ്മിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇവർ തമ്മിൽ പരിചയമുണ്ടെന്നുള്ള സംബന്ധിച്ച വിശദാംശങ്ങളൊക്കെ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടക്കുരുക്കാവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ തന്ത്രിയുടെ 2.5 കോടി നിക്ഷേപിച്ചു എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലെ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നത്. അത് ആ ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമ നിഷേധിക്കുന്നുണ്ടെങ്കിലും SIT വ്യക്തമാക്കുന്നത് തന്ത്രിക്ക് അതിൽ നിക്ഷേപമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഒരു ധനകാര്യ സ്ഥാപനത്തിൽ അതായത് സിജോ, നേരത്തെ ഇങ്ങനെ ഒരു ആന്റണി എംപിക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ആന്റണി ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്ത് തരത്തിലുള്ള ബന്ധമാണ്, എങ്ങനെയാണ് ബന്ധം തുടങ്ങിയ കാര്യങ്ങൾ ആന്റണി വിശദീകരിച്ചിരുന്നു. അടൂർ പ്രകാശ് ആണെങ്കിലും ആന്റണിയൊക്കെ പറയുന്നത് ഇവർ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അവിടെയുള്ള പത്തനംതിട്ട ജില്ലയിലുള്ള ജനപ്രതിനിധികളാണ്, MPമാരാണ്. അപ്പോൾ ഈ സ്പോൺസർ എന്ന നിലയിലൊക്കെ പല ഘട്ടങ്ങളിലും തങ്ങളുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളിലും ഉണ്ണികൃഷ്ണൻ പോറ്റി സഹകരിച്ചിട്ടുണ്ട്. ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ അവർ ആ മണ്ഡലത്തിൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ആളുകൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആള് എന്ന നിലയിലുള്ള ഒരു പരിചയം മാത്രമാണ് ഇവരുമായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ നേതാക്കളെല്ലാവരും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തതിന്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു ഇടപാടുകളുമായി ബന്ധപ്പെട്ടോ ഇവരുടെ സ്വാധീനമൊക്കെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതും വളരെ നിർണായകമായ ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടൻ ജയറാമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വിവരങ്ങളൊക്കെ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. വളരെ സമർത്ഥമായ രീതിയിൽ ജയറാമിന്റെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരുന്നത്. ഒരു ശബരിമല അയ്യപ്പ ഭക്തനാണ് ജയറാം. അങ്ങനെ സ്വർണ്ണപ്പാളികൾ വീട്ടിലൊക്കെ കൊണ്ടുപോയി അവിടെ എത്തിച്ച് പൂജിച്ച് അതിന്റെ ഫോട്ടോയൊക്കെ എടുത്ത് അത് ഒരു രീതിയിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ തട്ടിപ്പിന് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആന്റണി അടൂർ പ്രകാശോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രമൊക്കെ അത്തരത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അതിൽ എന്തെങ്കിലും തട്ടിപ്പുകൾക്ക് ഇവർ അറിഞ്ഞുകൊണ്ട് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളുണ്ട്. അത്തരം എന്തെങ്കിലും ഇടപാടുകൾ ഇവർ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും SIT പരിശോധിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തികളെ കുറിച്ച് കൃത്യമായ വിവരങ്ങളോ തെളിവുകളോ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതല്ല. പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഈ ചിത്രങ്ങൾ പുറത്തു വരികയും ഇവരുടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം ഇവർ തന്നെ സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യത്തിലാണ് അത്തരം ഒരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെ ഒരു തവണ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയച്ചതാണ്.
അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ മൊഴികളിൽ കുറച്ച് വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് SIT ഒരു വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെയും ഒന്നുകൂടി വിളിച്ചു വരുത്താൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. അത് അത്ര ഗൗരവകരമായിട്ടുള്ള ഒരു വീണ്ടും വിളിക്കുന്നതാണെന്ന നിലയിലോട്ട് ഇത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരുത്താനുള്ള ഭാഗമായിട്ടാണ് SIT കടകംപള്ളിയെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SIT അന്വേഷണം ഉന്നതരിലേക്ക് നീങ്ങുകയാണ് എന്നുള്ളതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. ഇന്നലെ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ കോൺഗ്രസിന് ഒരു ഇരട്ടി പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ആന്റണി MP കൂടെ ചോദ്യം ചെയ്യാനുള്ള SITയുടെ നീക്കമുണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അതെന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പോറ്റിയുമായി എന്ത് ബന്ധമാണ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നത് തന്നെയാണ് അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് ഉണ്ടായത്. അതേ